ഇന്ന് അപ്പൂട്ടന് ചോറ് കൊടുക്കാൻ പോവുകയാണേ. നമ്മൾ വെട്ടിക്കോട്ട് അമ്പലത്തിൽ നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ചോറ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാം റെഡിയായി. നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് പണി മുടക്കി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓട്ടോയിലാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 12:30 ചോറ് കൊടുപ്പ് തുടങ്ങും, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനിടയിൽ മിന്നൂട്ടൻ്റെ വക ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ കുറച്ച് നേരം വെറുതെ നിന്നാലും മിന്നൂട്ടൻ അപ്പം ഡാൻസ് കളിക്കണം. അതിന് തന്നെ പാടിയൊക്കെ കളിക്കുന്നത്. അതിൻ്റെ വെയിലൂടെ അടിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന് ഒട്ടും പറ്റുന്നില്ല, അത് അവിടെ നിന്ന് ഓടിയത്. അത് കഴിഞ്ഞ് അപ്പൂസിന് പാലൊക്കെ കൊടുത്ത് കുഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങി. അപ്പൂസിനെ പോലെ തന്നെ കുറേ കുഞ്ഞുമക്കളും കൂടെ ഉണ്ടായിരുന്നു ചോറുണ്ണാനായിട്ട്. ഇന്ന് നമുക്ക് നൂറുമ്പാല വഴിപാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടത്തി പൂജയൊക്കെ കണ്ട് തൊഴുതു. അങ്ങനെ ഇരുന്ന് ചോറ് കൊടുക്കുന്ന സമയമായി. അപ്പോൾ അപ്പൂസിനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഞങ്ങൾ ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പം തുടങ്ങിയ പരിപാടി അപ്പൂസിൻ്റെ ഇത്. അമ്മ എപ്പോൾ അപ്പൂസിനെ എടുത്താലും കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ആ കണ്ണാടി ഊരി അങ്ങ് എറിയും. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമക്കളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുഞ്ഞിങ്ങനെ എൻ്റെ കയ്യിലിരുന്ന് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എന്തായി നടക്കുന്നത്, അവിടെ കൊട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, എന്തോ ആ സംഭവം എന്ന് കുഞ്ഞറിയുന്നില്ല. അത് കഴിഞ്ഞ് ചോറ് കൊടുക്കുന്ന സമയമായി. ഒരു പായിട്ട് അവിടെ ഇരുത്തിയിട്ട് കുഞ്ഞുമക്കളെല്ലാവരും കൂടെ ചോറ് കൊടുക്കാനായിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ട് കേട്ടോ. അപ്പൂസ് ഇതെല്ലാം കണ്ടത് എന്താ ഇങ്ങനെ സംഭവം എന്നൊക്കെ ഇങ്ങനെ എല്ലാവരെയും നോക്കിയും കണ്ടൊക്കെ നിൽക്കുക. തിരുമേനി കൊണ്ട് പ്രസാദം കൊടുത്തു തൊടുവിക്കാൻ. അങ്ങനെ പ്രസാദമൊക്കെ അച്ഛൻ തൊട്ട് കൊടുത്തു. എന്നിട്ട് ചോറ് കൊടുത്തു. നമ്മൾ മിന്നൂട്ടനും ചോറ് കൊടുത്തപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു. അച്ഛൻ കൊടുത്തത് കഴിച്ചു. പിന്നെ ചേച്ചി മിന്നൂസാണ് പിന്നെ ചോറ് കൊടുത്തത്. അപ്പം മിന്നു ചേച്ചി പായസമൊക്കെയാണ് കുഞ്ഞിന് കൊടുത്തത്. ചോറായിട്ട് കൊടുത്തില്ല, പായസത്തിൽ ഇച്ചിരി എടുത്ത് കൊടുത്തു. അത് കുറച്ച് നിന്നിട്ട് ബാക്കിയുള്ളത് തുപ്പി. ചോറൂണ് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തുലാഭാരം ഉണ്ടായിരുന്നു, മിന്നൂസിനും അപ്പൂട്ടനും. അങ്ങനെ ആദ്യം അപ്പൂട്ടൻ്റെ തുലാഭാരം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുമേനി മിന്നൂട്ടന് പ്രസാദമൊക്കെ കൊടുത്തു. എന്നിട്ട് കുഞ്ഞിനെയും തുലാഭാരം തൂക്കി. 2 പേർക്കും മഞ്ഞൾ കൊണ്ടായിരുന്നു തുലാഭാരം. അമ്പലത്തിൽ ചോറൂണും തുലാഭാരവും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 1 മണിയോളമായി. അമ്പലത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞപ്പോഴത്തേക്ക് ആകെ മുഷിഞ്ഞ്, അത്രയും രാവിലെ പോയതല്ലേ, അപ്പം അവൾ നല്ല ചെറുതായിട്ട് മുഷിയാട്ടയൊക്കെ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് പ്രസാദവും പായസവും പിന്നെ ഉണ്ണിയപ്പമൊക്കെ കിട്ടി കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അതും ഒക്കെ വാങ്ങി ഞങ്ങൾ 1 മണിയായപ്പോഴത്തേക്ക് തിരികെ വീട്ടിൽ വന്ന്.